ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മന്ത്ലി ഓപ്ഷൻ എക്സ്പയറി ഡേ ആയതുകൊണ്ട് വളറ്റിലിറ്റി വളരെ ശക്തമായിരുന്നെങ്കിലും തുടർച്ചയായി മൂന്നാം ദിവസവും നിഫ്റ്റി പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 23,293 എന്ന ലെവലിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. അത് 130 പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് ഇന്ന് നിഫ്റ്റിയിലുണ്ടായത്. അപ്പോൾ ഇന്നലെ US FOMC മീറ്റിംഗിൽ ജെറോം പവൽ മാർച്ചിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത ഇല്ല എന്നുള്ള വ്യക്തമായ സൂചന നൽകിയത് പൊതുവെ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങിന് കാരണമായി. എന്നാൽ അത് വലിയ തോതിൽ ഇന്ത്യൻ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്തില്ലെന്ന് മാത്രമല്ല, നമ്മുടെ മാർക്കറ്റിനെ നയിക്കുന്ന ഇവന്റ് യഥാർത്ഥത്തിൽ ബഡ്ജറ്റാണ് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇന്നത്തെ മാർക്കറ്റ് നൽകിയത്. അപ്പോൾ അടുത്ത ഒരു ട്രേഡിംഗ് സെഷൻ മാത്രമാണ് ബഡ്ജറ്റിന് മുമ്പിൽ ബാക്കി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസം കൂടി ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രീ ബഡ്ജറ്റ് റാലി നടന്നതായിട്ട് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ നാളത്തെ ഒരു ട്രേഡിംഗ് സെഷൻ കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മളെ DeepSeek AI സൃഷ്ടിച്ച ആ ഒരു തരംഗവുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ മാർക്കറ്റിലും നമ്മുടെ മാർക്കറ്റിലേക്ക് നടക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില ഡെവലപ്മെന്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. R4iലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടുന്ന കോടിക്കണക്കിന് ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും ഇപ്പോൾ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക് സപ്പോർട്ടും അതുപോലെ കൂടുതൽ ആൽഗോ ഓട്ടോമാറ്റിക് സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരൊറ്റ ക്ലിക്കിൽ തന്നെ ബൈയും സെല്ലിംഗ് ഡിസിഷനൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന, അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതെങ്കിലും വാർത്തകളോട് പ്രതികരിക്കുമ്പോൾ വമ്പിച്ച വയലന്റ് മൂവ് സൃഷ്ടിക്കുന്ന ഒരു ട്രേഡിംഗ് അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ പൊതുവെ ഇടപെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം DeepSeek റിലേറ്റഡ് വാർത്തകളോടുള്ള ഒരു പ്രതികരണം ഇതുപോലെയുള്ള ഒരു റിയാക്ഷൻ സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വലിയ അനാലിസിസ് നടത്താതെ പാനിക്കായിട്ടുള്ള പ്രതികരണത്തെയാണ് നമ്മൾ നീജർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് യഥാർത്ഥ DeepSeek റിലേറ്റഡ് ആയിട്ട് വന്ന ന്യൂസിൽ സംഭവിച്ചത്. അപ്പോൾ അന്ന് നമുക്കറിയാം NVIDIA 17%, അതേപോലെ ഇന്ത്യയിലുള്ള അനന്തരാജ് 17%, നെറ്റ്വർക്ക് ടെക്നോളജി 12% ഒക്കെ തകർന്നിരുന്നു. കൂടാതെ പല AI റിലേറ്റഡ് ഇക്കോസിസ്റ്റത്തിലുള്ള പല സ്റ്റോക്കുകളിലും ഈ ഒരു ക്രാഷ് നമുക്ക് കാണാൻ കഴിഞ്ഞു. US ടെക് ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്ക് 3% കൂപ്പുകുത്തിയിരുന്നു. എന്നാൽ ഇന്നലെയും ഇന്നുമായി ഒരു റിക്കവറി ആ സ്റ്റോക്കുകളിൽ പ്രകടമാണ്. അപ്പോൾ AI ഇക്കോസിസ്റ്റത്തിൽ DeepSeek സൃഷ്ടിച്ച ആ ഒരു ബ്രേക്ക് ത്രൂ, അതിൻ്റെ ഒരു പ്രത്യാഘാതം അവസാനിച്ചോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാകാം. അപ്പോൾ DeepSeekന്റെ കടന്നുകയറ്റത്തെ നാഷണൽ സെക്യൂരിറ്റിയുമായി കണക്ട് ചെയ്ത് അതിൻ്റെ അപകടത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പ്രതിരോധിക്കാൻ പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ സയൻസ് മിനിസ്റ്ററും അതുപോലെ US ഒഫീഷ്യൽസും ഈ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ചൈനീസ് ടെക് കമ്പനികളായിട്ടുള്ള ഹുവായ് അതുപോലെ ടിക്ടോക്ക് പോലെയുള്ള കമ്പനികൾ ഡാറ്റ ചോർത്തുന്നു എന്നുള്ള ഒരു ആരോപണത്തെ തുടർന്ന് പല വിധത്തിൽ നിയന്ത്രണങ്ങളും ബാനുകളും ഒക്കെ നേരിട്ടിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വെസ്റ്റേൺ ലോകം ഈ DeepSeekനെ തകർക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ DeepSeek അവരുടെ പ്രൊഡക്റ്റ് അവതരിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അതിൻ്റെ സോഴ്സ് കോഡും എങ്ങനെ അത് സാധിച്ചു എന്ന വിശദമായ ടെക്നിക്കൽ റിപ്പോർട്ടും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ സോഴ്സ് ആയിട്ട് കോഡ് ലഭ്യമാക്കിയത് കൊണ്ട് അതുപയോഗിച്ച് മറ്റുള്ളവർക്ക് പുതിയ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാനും കോഡ് മെച്ചപ്പെടുത്തി ഇതിനേക്കാൾ മികച്ച AI മോഡലുകൾ നിർമ്മിക്കാനും കഴിയും. ഓപ്പൺ സോഴ്സിൽ വൺ മോഡലുകൾ പലതും ഇപ്പോൾ തന്നെ ലഭ്യമാണെങ്കിലും അത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മൂലധനം അല്ല ക്യാപിറ്റൽ വേണ്ടതുകൊണ്ട് മാത്രമാണ് പലരും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്. പക്ഷേ ഈ DeepSeek വന്നതോടുകൂടി ആ ഒരു ബാരിയർ ഇല്ലാതാവുകയാണ്. ഓരോ രാജ്യത്തിനും സ്വന്തമായിട്ട് അവരുടെ AI ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ DeepSeek എന്ന് പറയുന്നത് ആ ഒരു പ്രത്യേക കമ്പനിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല, അതൊരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ സ്വന്തമായിട്ടുള്ള AI പുതിയ മോഡൽ അവതരിപ്പിക്കുമെന്ന് മിനിസ്റ്റർ പറഞ്ഞത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ DeepSeekനെതിരെ വെസ്റ്റേൺ ലോകം ഉയർത്തുന്ന ഈ രാജ്യരക്ഷ എന്നുള്ള ഒരു പ്രപ്പകാണ്ട ഉപയോഗിച്ചുകൊണ്ടുള്ള അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നത് അത് വലിയ തോതിൽ വിജയിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ DeepSeekനെ ചുവടി പിടിച്ച് പല പുതിയ കമ്പനികളും ഈ രംഗത്തേക്ക് പല രാജ്യങ്ങളിലും ഉദയം ചെയ്യും. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യത്തിനും അവരുടേതായ AI മോഡൽ ഡെവലപ്പ് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ രാജ്യരക്ഷാ സെക്യൂരിറ്റിയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ നെറ്റ്വെബും അനന്തരാജും എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്ത ചില നോട്ടീസുകൾ ശ്രദ്ധേയമാണ്. നമുക്കറിയാം ഈ രണ്ട് കമ്പനികളാണ് പ്രധാനമായിട്ടും ഈ DeepSeekമായി ബന്ധപ്പെട്ട വാർത്ത വന്നതോടുകൂടി വലിയ തോതിൽ ക്രാഷ് ആയത്. അതുകൊണ്ട് തന്നെ ഇവർ എക്സ്ചേഞ്ചിൽ അവരുടെ കമ്പനിയുടെ പ്രൈസ് മൂവ്മെന്റിലുണ്ടായ ഈ ഒരു വയലന്റ് മൂവിന് ഒരു വിശദീകരണം കൊടുത്തിരുന്നു. അപ്പോൾ ജനുവരി 28 അനന്തരാജ് ഫയൽ ചെയ്ത അനൗൺസ്മെന്റിൽ അത് തുടങ്ങുന്നത് എങ്ങനെയാണ്, DeepSeek എന്ന ചൈനീസ് കമ്പനി AI രംഗത്ത് അവതരിപ്പിച്ച ബിസിനസ് മോഡൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്താനാണ് ഈ അനൗൺസ്മെന്റ് നടത്തുന്നത് എന്ന രീതിയിലാണ് അവർ ആ ലെറ്റർ ആരംഭിക്കുന്നത്. അപ്പോൾ അനന്തരാജ് ഒരു റിയൽ എസ്റ്റേറ്റ് കൂടാതെ ഡാറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി കൂടിയാണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് ഫോർ ക്ലൗഡ് സൊല്യൂഷൻ, ഇതാണ് അവരുടെ മോഡൽ. അപ്പോൾ ഇന്ത്യക്ക് 1% ഷെയർ മാത്രമാണ് ഡാറ്റാ സെന്റർ രംഗത്തുള്ളത്. അപ്പോൾ AI ടൂൾസ് കൂടുതൽ ചീപ്പാകുന്നതോടെ ഈ പ്രോസസ്സ് ചെയ്യേണ്ട ഡാറ്റയുടെ വോളിയം കൂടുകയാണ് ചെയ്യുക. ഇത് ഡാറ്റാ സെന്ററിന്റെ ആവശ്യം വർദ്ധിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുക.
അനന്തരാജ് എന്ന് പറയുന്ന ഒരു കമ്പനി അവർ പ്ലാറ്റ്ഫോം ആസ് എ സർവീസോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസോ ചെയ്യുന്ന ടെക് കമ്പനി അല്ല, മറിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് ആയതുകൊണ്ട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അനന്തരാജിന്റെ ബിസിനസ്സിനെ ബാധിക്കാൻ പോകുന്നില്ല. കാരണം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ അഡീഷണൽ സ്പേസും അതുപോലെ ഹാർഡ്വെയർ റിക്വയർമെന്റും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ കമ്പനി ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ ഇൻഫ്രാ ആസ് എ സർവീസ് മോഡൽ ബിസിനസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പനിക്ക് വേണമെങ്കിൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസോ അല്ലെങ്കിൽ കൺസ്യൂമർ ഡിമാൻഡിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അവരുടെ ബിസിനസ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം നൽകിയതോടുകൂടി അനന്തരാജിന്റെ സ്റ്റോക്കിൽ ചെറിയൊരു റിക്കവറി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 534 എന്ന ലോയിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോൾ നേരിയ തോതിൽ റിക്കവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നെറ്റ്വർക്ക് ടെക്നോളജി കൊടുത്ത പ്രസ് റിലീസിലും ഡീപ് സീക്കിന്റെ AI മോഡൽ അത് ഒരു ലോവർ കമ്പ്യൂട്ടർ റിസോഴ്സസ് ആവശ്യമുള്ള ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വീകാര്യത ലോകത്താകമാനം വർദ്ധിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഈ AI മാർക്കറ്റ് വിപുലീകരിക്കപ്പെടുമെന്നും അതുവഴി പുതിയ കമ്പനികൾ ഈ മേഖലയിലേക്ക് വരാനുള്ള ആ ഒരു ബാരിയേഴ്സ് ഇല്ലാതാകുമെന്നും ഇത് തങ്ങളുടെ ഈ നെറ്റ്വെബിൻ്റെ ഈ IT സൊല്യൂഷൻസിൻ്റെ ആ ഒരു ഡിമാൻഡ് വർദ്ധിപ്പിക്കുമെന്നാണ് നെറ്റ്വെബ് കണക്കൂട്ടുന്നത്. ഇപ്പോൾ ഡീപ് സീക്ക് ഒരു എൻഡ് യൂസർ അപ്ലിക്കേഷൻ ആയതുകൊണ്ട് തങ്ങളുടെ ഹാർഡ്വെയർ അതുപോലെ മിഡിൽ വെയർ യൂട്ടിലിറ്റീസ് ഡീപ് സീക്ക് ബേസ് ചെയ്ത് കൊണ്ടുവരുന്ന പുതിയ ഡെവലപ്പേഴ്സിന് ഉപകാരപ്പെടുമെന്നും നെറ്റ്വെബ് കണക്കൂട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെറ്റ്വെബിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുക തന്നെയാണ് ചെയ്യുക എന്നുള്ള ഒരു വിശദീകരണമാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് കാണാൻ പറ്റും. ആ സ്റ്റോക്കിലും നല്ല തോതിലുള്ള ഒരു റിക്കവറി ഇപ്പോൾ നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗ്ലോബൽ സിനാരിയോ നോക്കുകയാണെങ്കിൽ ഡീപ് സീക്കിൻ്റെ ആ ഒരു മോഡൽ AI ടെലിഫോൺ രംഗത്തെ ഡെവലപ്മെൻറ്റുമായിട്ട് ചിലർ താരതമ്യം ചെയ്യുന്നുണ്ട്. അതായത് ആൻഡ്രോയിഡ് ബേസ്ഡ് ചൈനീസ് ഫോണുകളുടെ പ്രളയം മാർക്കറ്റിലുണ്ടെങ്കിലും ആപ്പിൾ പോലെയുള്ള ഹൈ എൻഡ് ഫോണുകളുടെ ഡിമാൻഡിന് ഒരു കോട്ടവും വന്നിട്ടില്ലെന്നാണ് അവരുടെ വാദം. ഇതേപോലെ തന്നെ OpenAI ChatGPTയും അതുപോലെ അമേരിക്കൻ മോഡലായിട്ടുള്ള അഡ്വാൻസ് ചിപ്പ് ബേസ്ഡ് AI സൊല്യൂഷൻസ് ഒക്കെ അതിൻ്റെ അഡ്വാൻസ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ആകുമെന്നാണ് ഭാവിയിൽ അവർ കണക്കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ജയന്റ് IT ഫേമുകൾ തങ്ങളുടെ AI സ്പെൻഡിങ് ഡീപ് സീക്കിന്റെ പരിധിക്കുള്ളിൽ വരാത്ത പുതിയ AI മോഡലുകളിലേക്ക് മാറുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. ഉദാഹരണമായിട്ട് പറയുന്നത് ഓഡിയോ വീഡിയോ AI മോഡലുകൾ ഡീപ് സീക്കിന്റെ ആ ഒരു സ്കോപ്പിന്റെ പരിധിയിൽ വരാത്തതുകൊണ്ട് അത്തരത്തിലുള്ള മേഖലകളിലേക്ക് പുതിയ AI ഡെവലപ്മെന്റ് ആയിരിക്കും ചിലപ്പോൾ അമേരിക്കൻ AI മോഡലുകൾ മാറാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല പല വിശദീകരണങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ചെറിയ തോതിലുള്ള റിക്കവറി പല IT സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ പറ്റും. വലിയ ഫോളിന് ശേഷം ഇപ്പോൾ NVIDIA ഷെയറിലും ഒരു റിക്കവറി നടന്നിരുന്നു, അതുപോലെ നാസ്ഡാക്കിലും റിക്കവറി നടന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട ഇഷ്യൂ കാരണമാണ് IT സ്റ്റോക്കുകൾ വീണ്ടും താഴോട്ടേക്ക് പോകാനുള്ള ഒരു കാരണം. അപ്പോൾ ലോകം മുഴുവന് ഒരു AI വാറിന് തയ്യാറെടുക്കുന്ന രീതിയിലാണ് നമുക്ക് കാര്യങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ഡെവലപ്മെൻറ്റുകളും പുതിയ പുതിയ കമ്പനികളും ഒക്കെ ആയിട്ട് ഈ ഒരു മേഖല വലിയ തോതിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് കണക്കൂട്ടാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലുള്ള പുതിയ സ്റ്റോക്കുകളെ കണ്ടെത്തുക എന്നുള്ള ഒരു ഗവേഷണത്തിലേക്ക് കൂടുതൽ ഇറങ്ങേണ്ട ഒരു സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.